അപ്പോൾ ഇന്നത്തെ വർക്കെന്ന് പറഞ്ഞാൽ ഈ കല്ല് മുകളിലേക്ക് കയറ്റാനാണ്. ഈ കിടക്കുന്ന കല്ല് ആ മുകളിലേക്ക് കയറ്റണേ, ഈ സൈഡ് കെട്ടാനുള്ളത്. ഇതിപ്പം ആൾ വന്നിട്ടില്ല. ഇത് ഇവിടുന്ന് വണ്ടി മുകളിലേക്ക് കയറുമല്ലോ, ആ മുകളിലത്തെ വാനം എടുത്തേക്കുന്നതിൻ്റെ ആ ഭാഗത്തോട്ട് ഇടാൻ വേണ്ടിയാണ്. ഇവിടെ എല്ലാം കെട്ടിയിട്ടുണ്ട്. എന്തായാലും തുടങ്ങാം. സമയം 8:06. ഇന്നലെ പറഞ്ഞ പണിയാണ്. ഇന്നലെ നമുക്ക് വർക്ക് ഇട്ടാട്ടുണ്ട്. കാരണം ഇന്ന് രാവിലെ തന്നെ തുടങ്ങാം. ആ കല്ല് മുകളിലേക്ക് കയറ്റാനാണ്. പക്ഷെ സംഭവം അവിടെ മണ്ണ് കിടക്കുന്നതുകൊണ്ട് കിട്ടുന്നത്ര കയറ്റാം. ബാക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. ഈ വീഡിയോ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് വണ്ടി ഓടിക്കയറത്തുമില്ല, അതുമല്ല കോലിയാൽ അങ്ങ് എത്തുകയില്ല. കിട്ടുന്നത്ര കോലി ഇട്ടേച്ച് ബാക്കി നമുക്ക് തള്ളി കയറ്റാമെന്ന് തള്ളി കയറ്റാം. അപ്പൊ ആ മണ്ണിന്റെ മുകളിൽ കൂടി ഇനി വണ്ടി കയറുമല്ല. ഇന്ന് വാനം വെട്ടിയപ്പോൾ അറിയായിരുന്നു വണ്ടി എന്നാലും കയറുമല്ലോ. കയറ്റി കല്ല് കയറ്റിയിടണമെന്ന് അറിയായിരുന്നു. ചെറിയ കല്ലാന്ന്, ചുമക്കാവുന്ന കല്ലേ ഉള്ളൂ. അപ്പൊ ആൾക്കാർ കല്ല് ചുമക്കുമല്ല, കറക്റ്റ് കെട്ടാൻ കൊണ്ട് കല്ലിട്ട് കൊടുത്താലും ഇപ്പൊ കെട്ടത്തേ ഉള്ളു ആൾക്കാർ. എവിടെ കല്ല് ഇങ്ങോട്ട് കൊണ്ടുവരുമോ? എന്താ ചെയ്യുന്നത്? ഇപ്പൊ ചെയ്യുന്ന പരിപാടി എന്നാന്ന് ചോദിച്ചാല് അവിടെ ഒരു ഫ്ലാറ്റ് പോലെ ആക്കിയിട്ട് അങ്ങോട്ട് കല്ല് പെറുക്കിയിടാം. ഈ കല്ല് ഇങ്ങോട്ട് വലിക്കാം കോരിയിട്ട്. ഇവിടെ ഒരു ചെറിയ പ്ലാറ്റ്ഫോം പോലെ ആക്കിയിട്ട് അങ്ങോട്ട് കല്ല് കോരി കൂട്ടിക്കൂട്ടിയിടാം. അതേ ഇപ്പം നടപടിയുള്ളൂ. ബാക്കി കല്ല് അവര് എന്നാ പറയുന്നത് നമുക്കെന്താ ചെയ്യാൻ പറ്റും? വണ്ടി കയറത്തില്ലാതെ സ്ഥലമല്ലേ. ഒന്നോട് കല്ല് മേളിലാണ്, ഒന്നോട് കല്ലെങ്ങാനുണ്ട്. ഇത് മൊത്തം മോളിൽ കയറ്റി കെട്ടാനുള്ളോ. ഇവിടെ വരെ എത്തിച്ചാൽ ഇവിടുന്ന് കയറ്റി പൊക്കോളൂ. അവിടുന്ന് അത്ര ദൂരമല്ലേ ഉള്ളൂ, അവിടുന്ന് ചുമക്കാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പൊ അങ്ങോട്ട് കോരിയിടാം. തീരെ ചെറിയ അല്ലാതെ ചുമക്കാവുന്നതല്ലേ ഉള്ളൂ. ഇപ്പൊ കല്ല് കെട്ടുകാരും കല്ല് ചുമക്കത്തില്ലല്ലോ. കല്ല് റോട്ടിൽ കൊണ്ടിട്ട് കൊടുക്കണം. എന്നാ പണിക്കാർ വേണം. കല്ല് കയ്യാലെ കല്ല് കൊണ്ടൊന്ന് വാനത്തിനകത്ത് വെച്ചു കൊടുക്കുകയാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിട്ടായിരിക്കുന്നത്. എന്ത് ചെയ്യാൻ? ഇപ്പോഴുള്ള കല്ലുകെട്ടുകാരെയൊക്കെ മേയ്ക്കാനും വലിയ പാടാണ്. അവർക്ക് നല്ല ഷേപ്പുള്ള കല്ല് വേണം, നല്ല കല്ല് വേണം. ഏതാണ്ട് കേക്ക് മുറിച്ച് തിന്നുന്നവരോ അവരുടെ വർത്താനം. ഏതെങ്കിലും കല്ല് വെച്ച് കെട്ടി തീർക്കാനുള്ള മുഖം അടിക്കാനൊന്നും കഴിയത്തില്ല. നല്ല നല്ല ഷേപ്പുള്ള കല്ല് വെച്ച് എടുത്ത് അടുക്കി വെച്ചിട്ട് പോകാനുള്ള പരിപാടി. എന്നാലും നമുക്ക് ഓരോ ചെറിയ ചെറിയ പണി കിട്ടും, അത്രേ ഉള്ളൂ. ഈ പണി കഴിഞ്ഞിട്ട് വേറെ പണിയുണ്ട് കേട്ടോ. ഇന്ന് ഒരു ചെറിയ മകന്റെ പണിയുണ്ട്. ഇനി അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകും. ഇന്നലെ 2 വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ 2 വർക്ക് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. എനിക്ക് മടിയായിരുന്നു. ഇന്നലെ ഭയങ്കര മടുപ്പായിരുന്നു. അതുകൊണ്ട് ഇന്നലെ ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇതിപ്പം ഇന്ന് രാവിലെ വന്ന് തുടങ്ങി. കല്ല് തീരെ ചെറിയല്ലാന്നേ, വലിയ വലിപ്പമുള്ള കല്ലൊന്നും അല്ല. ചുമക്കാനാളുണ്ടോ ചുമക്കാവുന്ന കല്ലേ ഉള്ളൂ. അതിനുമാത്രം വലിയ കല്ലൊന്നും ഇതിനകത്തില്ല. ഇവിടെ കയറ്റിട്ട് അങ്ങോട്ട് ചുമക്കുമായിരിക്കും. റോഡ് സൈഡാട്ടോ. റോഡ് സൈഡ് തന്നെ ചെറിയൊരു പോക്കറ്റ് റോഡാ, മെയിൻ റോഡൊന്നുമല്ല. ഉള്ളിലേക്ക് ഒരു ചെറിയ വഴിയുണ്ട്, തൊണ്ട് പോലെ ഒരു വീട്ടിലേക്ക്. ആ വീട്ടിലേക്കുള്ള വഴി നട കെട്ടിക്കെടുക്കാൻ വേണ്ടിയാണിത്.
ഇവിടുത്തെ മെമ്പറാണ് അതിൻ്റെ പണി ചെയ്യിപ്പിക്കുന്നത്. പുള്ളിയും രാവിലെ വന്നില്ല, ആരും വന്നില്ല, ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. ഇത് തീർത്തിട്ട് വേണം, വേറൊരു വർക്കുണ്ട്, അതിന് പോയും വേണം. ഇന്നലെ 2 വർക്കിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ. എന്നാ വെച്ചാൽ മിനിഞ്ഞാന്ന് ലീവായിരുന്നു. എന്നിട്ട് രാവിലെ 6:30 ആകുമ്പോൾ ചെല്ലണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. 2 ദിവസമായിട്ട് തീരാനും ഉണ്ടായിരുന്നു. ഞാൻ എഴുന്നേറ്റപ്പോൾ തന്നെ 7 മണിയൊക്കെ ഉണ്ടായി. അതുകൊണ്ട് പിന്നെ എടുക്കാനും പറ്റിയില്ല. രാവിലെ പിന്നെ ഭയങ്കര മടുപ്പായിരുന്നു. കാരണം ഇന്നലെ അങ്ങ് പണിതങ്ങ് കിട്ടും, എടുത്തില്ല. വർക്കെന്ന് പറഞ്ഞാൽ ഒരു തറയിലും മണ്ണ് പോലെയാണായിരുന്നേ. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നല്ലോ, തറയിൽ മണ്ണ് പോലെയിടുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എങ്ങനെയാണെന്ന് ഓർത്തുണ്ടാവില്ല ഇന്നലെ എടുക്കാൻ. നല്ല സൗകര്യമുള്ള സ്ഥലമായിരുന്നു. 4 സൈഡിലും മണ്ണിടാൻ പറ്റുന്ന സ്ഥലമായിരുന്നു. നല്ല ഏറിയ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വർക്ക് ചെയ്യാൻ എളുപ്പമുണ്ടായിരുന്നേ. അതുമല്ല പിന്നെ ഇന്നലെ മഴക്കാറുണ്ടായിരുന്നു. മഴ ഞാൻ പെയ്യാൻ വേണ്ടി ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അതുകൊണ്ട് പിന്നെ തിരക്കായതുകൊണ്ട് പിന്നെ എടുക്കാനും പറ്റി. അത് കാരണം ഇന്നലത്തെ ഒരു വർക്ക് അങ്ങനെ പോയി. പിന്നെ ഇന്നലെ വേറെ വർക്കുണ്ട്, അതും എടുക്കാൻ പറ്റിയില്ല. അത് ഇതുപോലെ രാവിലെ താമസിച്ച് പോയിട്ട് അവിടെ മഴയൊക്കെ ആയിട്ട് പെട്ടെന്ന് തീർക്കാനുള്ള പരിപാടിക്ക് അതും എടുത്തില്ല. ഇന്നലെയാണ് ചായ പോലും കുടിക്കാൻ ഇന്നലെ പറഞ്ഞത്. മഴക്കാറുള്ളതുകൊണ്ട് നമ്മൾ വെറുതെ സമയം കളയണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് അങ്ങനെ അത് ചെയ്ത് തീർത്തു. അത് 2 വർക്ക് ഇന്നലെ തിരക്ക് വർക്കായിരുന്നു. തിരക്ക് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാൻ സമയമില്ലായിരുന്നു. ഇന്നിപ്പോൾ അതുപോലെ തിരക്ക് വർക്ക് തന്നെയാണ് രാവിലെ. ഇതൊന്ന് കോരി ഇട്ടിട്ട് വേണം അടുത്ത സൈറ്റിലേക്ക് പോകാൻ. തീരെ ചെറിയ കല്ലൊന്നും പെറുക്കിയില്ലേലും കുഴപ്പമില്ല കേട്ടോ. തീരെ ചെറിയ കല്ലൊക്കെ അവർ വേണേൽ എടുത്തോളൂ. ചുമക്കാൻ പറ്റാത്ത കല്ല് എടുക്കുന്നതായിരിക്കും നല്ലത്. എല്ലാം കൂടെ കോരിയിടേണ്ട നടക്കുമല്ലോ. എന്നാലും ബാലൻസ് കുറച്ച് കല്ലിവിടെ കിടക്കും, കോരിയിടാൻ പറ്റാതെ. അങ്ങനെ ഇരിക്കുന്നു. DR കെട്ടുന്നത്ര കല്ലല്ല ഇത്. ആരും വലിയ കല്ലൊന്നും അല്ല. എന്നാ കല്ല് കെട്ടുന്ന ചേർന്ന് ഇതുവരെ വന്നില്ല കേട്ടോ. പുള്ളിന്ന് കയറ്റി വരുന്നോർത്തോണ്ടായിരിക്കും വരാന്. ഇന്നിനി ഒരു 10 അടി ദൂരമേ ഉള്ളൂ കേട്ടാൻ. 10 അടി ദൂരമൊക്കെ ചുമന്ന് കയറ്റുമല്ലേ. നീ ഇങ്ങോട്ട് തള്ളാൻ പോയി കഴിഞ്ഞാൽ കെട്ടുന്ന സൈഡിലേക്ക് പോകുമെന്ന് അറിയത്തില്ല. ഞാൻ അവർ വന്നു കഴിഞ്ഞാൽ എന്നാ പറയുന്നത് അറിയത്തില്ല. ഇപ്പൊ കല്ല് മൊത്തം വണ്ടിയുടെ അടിയിലേക്ക് കയറി വന്നു. ബാക്കി വന്ന കല്ല് നീ കുറച്ച് ബാക്കിലോട്ട് എടുത്തിട്ട് കല്ലങ്ങോട്ട് തള്ളി വെക്കണം. കല്ലങ്ങോട്ട് തള്ളി വെച്ചിട്ട് വേണം ബാക്കി കയറ്റാൻ. ഇത്രയും കല്ല് ഇങ്ങോട്ട് കയറി പോകും വലിച്ചു. നീ ഇതങ്ങോട്ട് ഫ്രണ്ടിലോട്ട് തള്ളി വെക്കാം. തള്ളി വെച്ചാലേ കിട്ടത്തുള്ളൂ. കല്ലാണ്ട് ഉരുണ്ടൂരിന്റെ വണ്ടി അടുത്തോട്ട് വരുമല്ലോ. മണ്ണാണേലും വരും. കല്ല് കൂടുതൽ പെട്ടെന്ന് വരും. മൊത്തം കല്ലും അവിടെ നിൽക്കുമായിരുന്നു. കല്ലിങ്ങോട്ട് ഉരുണ്ടുകൊണ്ട് ഓരോ ഭാഗത്ത് വരുമ്പോഴും 2-3 കല്ലായിട്ട് ചാടി വരും വണ്ടിയുടെ അടുത്തോട്ട്. പിന്നെ അതെല്ലാം തള്ളി വെച്ചിട്ട് വേണം രണ്ടാമത് പോലെ. അല്ലെങ്കിൽ ഒരു തട പോലെ വെക്കുകയാണെങ്കിൽ അവിടുന്ന് തന്നെ മൊത്തം കോരി എടുക്കാം. കല്ല് കോരുമ്പോൾ ഒരു 90 കോരിയിലേക്ക് വലിങ്ങനെ വലിഞ്ഞു പോയി. അതൊക്കെയാണ് കല്ല് പണിയുമ്പോൾ ഉള്ള വിഷയം. അതുപോലെ ഫ്രണ്ടോക്കെ തന്നെ കോരാൻ പോയാലും നല്ല ഉറപ്പുള്ള കാലമാണെങ്കിൽ കല്ല് കയറത്തുള്ളൂ. അല്ലെ കിടന്ന് ടയർ കിടന്ന് കറങ്ങത്തേ ഉള്ളൂ. ഞാനങ്ങനെ ഫ്രണ്ടോക്കൻ്റെ കല്ലങ്ങനെ കോരത്തില്ല കേട്ടോ. അതുപോലെ ഇതുപോലുള്ള കേസൊക്കെ ആണെങ്കിൽ ആളെ കൊണ്ട് കയറ്റിയിടും. ഫ്രണ്ടോക്കനിലേക്ക് കോരി ഇടിപ്പിക്കും പെറുക്കി. അതാകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. നമുക്ക് എളുപ്പം നല്ല കല്ല് കിട്ടാനും എളുപ്പം. അല്ലെ പിന്നെ 2-5 കല്ലുമായിട്ട് പോട്ട് കാര്യമില്ല. അരമൊക്കെ കല്ലുമായിട്ട് ഫ്രണ്ടോക്കൻ്റെ കോരി ഇടണം. കല്ല് പണി എന്ന് പറഞ്ഞ ഭ്രാന്ത് പിടിക്കുന്ന ഞാൻ സാർ. വേറെ ഏത് പണിയാണ് സമാധാനമുള്ള പണി. ഈ കല്ല കിടന്ന പണി എന്ന് പറഞ്ഞാൽ തലവേദന കേസാണ്. ഇപ്പം താഴെ കുരുണ്ടുകൊണ്ട് വരും കേട്ടോ. ഉള്ള കല്ലെല്ലാം കൂടെ ഓരിയിടുന്ന അതേപോലെ തന്നെ ഇങ്ങോട്ട് താഴ്ചയാകും.
എങ്ങനെയാലും ഇവിടെ നോക്കിച്ച് വെച്ചിട്ട് തള്ളി തള്ളി കൂട്ടാം. അല്ല അതുപോലെ തന്നെ താഴെ ആടിപ്പോരും. എന്താ ചെയ്യാൻ? ഇത്ര മണ്ണിന്റെ മുകളിലോട്ട് കല്ലിട്ടാകുമ്പോൾ കല്ലിങ്ങോട്ട് പോരായിരിക്കും. അതിങ്ങനെ ഒത്തിരി തള്ളാനും പറ്റത്തില്ല. ആ ചെട്ടയിലേക്ക് ചാട് വന്നു. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്രത്യേകം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്കത് വലിയൊരു സപ്പോർട്ടാവും. ഉരുണ്ടോണ്ട് വരുന്നുണ്ട്. ഇനി ഇടുന്ന കല്ലെല്ലാം ഇങ്ങോട്ട് ചാടി വരും. കല്ലിപ്പം ഊടിപ്പോയി. അവിടെ ചെറിയൊരു തട്ടുപോലാക്കിയിട്ടാണ് കല്ലാം കൊണ്ടിട്ടാ. അവിടെ ഇപ്പം നിറഞ്ഞല്ലോ. കെട്ടയിലേക്ക് ആടും അങ്ങോട്ട് വന്നപ്പോ ഇറങ്ങാനും കൂട്ടിയിടാൻ പറ്റുമോ നോക്കാം. അത് ചെയ്യാം. തീരെ പഠിക്കലല്ലേ ഇവിടെ തന്നെ കൂട്ടിയിടാം. അത് പെറുക്കി എടുത്തോളൂ. വലിയ കല്ല് മാത്രം അങ്ങോട്ട് പോരിടാം മുകളിലേക്ക്. ഇനി ഇടുന്ന കല്ലെല്ലാം താഴേക്ക് ചാടി വരും കേട്ടോ. ഇടുന്ന പോലെ തന്നെ താഴെ ചാടി വരും. എന്നാ കയറ്റി നിർത്തിയിട്ടേ കല്ല് കുറച്ചുകൂടെ അങ്ങോട്ട് തള്ളാം. കുറച്ചങ്ങോട്ട് തള്ളി കയറ്റാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഒരു രക്ഷയില്ല. മൊത്തം ചെടിയാണ്. ചെടിയും കല്ലും. കുറച്ചുകൂടെ തള്ളി കയറ്റിയിടുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കല്ലവിടെ കയറിയാൽ. അവിടെ അങ്ങനെ വണ്ടി കയറുന്നു. വണ്ടി കയറത്തില്ല. വണ്ടി പിടിക്കാനുള്ള സ്ഥലവുമില്ല. ഉള്ളത് ബാക്കിയുടെ കോരിയിട്ടാ ചെന്നൈയിൽ ചെയ്യാം. ഈ കല്ല് കൊണ്ട് ഇവിടെ തികയാൻ തോന്നില്ല കേട്ടോ. ഇനി കല്ല് കയറ്റേണ്ടി വരും. ഇത് അങ്ങനെ തന്നെ ആദ്യം പാലം വെട്ടിയ സമയത്ത് തന്നെ ഒരുപാട് കയറ്റിട്ട് ആദ്യം മുകളിൽ ഇടുവായിരുന്നാല് കുറച്ചുകൂടെ എളുപ്പം കിട്ടിയേനെ. ഇനിയിപ്പോ കല്ല് തള്ളിച്ച് നടക്കല്ല. ഇപ്പം കല്ലെല്ലാം കൂടെ വലിച്ച് വലിച്ച് വണ്ടിയുടെ അടിയിലേക്ക് കയറി. കുറച്ച് കല്ലുകൂടെ കണ്ടു. അത് മൊത്തം വണ്ടിയുടെ അടിയിലായി. എന്തോ ചെയ്യാൻ? കല്ലോടെ ഉള്ളു കോരി ഇടാൻ. ഒരു 10 രൂപ കല്ലോടെ കാണത്തുള്ളൂ. പോരാൻ പറ്റുന്ന കോരി ഇടാം. വണ്ടി കടിയിലോട്ട് കയറും. ഇനി കോരിയെ കിട്ടുമല്ലോ. വലിയ നോക്കിയാൽ അതൊന്ന് കോരി ഇടുവാണെങ്കിൽ ബാക്കി ചെറുതെല്ലാം കൂടെ എന്തെങ്കിലും കാണിച്ചോളൂ. വലിയ കല്ല് മാത്രം കോരി ഇടാം. ബാക്കി വഴിയിൽ നിന്ന് ഒതുക്കി വെച്ചാൽ മതി. വണ്ടി പോകാന്ന് പറയും. ഇതെല്ലാം വേറെ വഴിയില്ല കേട്ടോ. ഇവിടെ കല്ല് മുകളിലെത്തിക്കാൻ എന്നുവെച്ചാ വണ്ടി കയറത്തില്ലാത്തതുകൊണ്ട് ഇതൊക്കെ ഉള്ളു വഴി. ഇതിനും കയറത്തില്ല, ടിപ്പറും കയറത്തില്ല. അപ്പം കല്ല് കോരിയിടുമ്പോൾ ഈ കല്ല് കോരിയിടുന്ന കല്ലും പിന്നെ അവിടെ കിടക്കുന്ന കല്ലൂടെ ഉരുണ്ട് ഇങ്ങോട്ട് പോരുന്നത് താഴേക്ക്. താഴേക്ക് പോരുക. അവിടെ നേരത്തെ ഇട്ട കല്ലിനെ കൂടെ പിടിച്ചോണ്ടാ ഇങ്ങോട്ട് ആയിട്ട് വരുന്നത്. ഈ സൈഡിലേക്ക് കൂട്ടിക്കൂട്ടി ഇടാം. 5-6 കല്ലൂടെ ഉണ്ട് ഇനി.
കല്ല് കയറ്റി ഇന്ന് കല്ലില്ല, കയറ്റാത്തതുകൊണ്ട് പുള്ളി പണിയാൻ വന്നില്ല തോന്നുന്നു കേട്ടോ. കല്ല് കയറ്റാനാണ് ഇവർക്ക് പണിയാൻ വരുമ്പോ തന്നെ ഒരു ബക്കറ്റ് കല്ല് മുകളിൽ, ഒരു ബക്കറ്റ് കല്ല് കോരിയ എന്നാ ഇവർക്ക് പണി തുടങ്ങാം. പക്ഷെ അവർ വരത്തില്ല. കയറ്റി മൊത്തം കയറ്റിയിട്ടിട്ട് പണിക്ക് വരുത്തുള്ളൂ. നമ്മൾ രാവിലെ വന്ന് തുടങ്ങണമെന്ന് പറയും. സത്യം പറഞ്ഞാൽ ഇവർ ഒരു ബക്കറ്റ് കല്ല് കോരി ഇട്ട് കഴിഞ്ഞാൽ ഇവർക്കൊരു 1 മണിക്കൂർ പണിയാനുള്ള കല്ല് കിട്ടാതെ. ഇവരോർക്കുന്ന മൊത്തം കയറ്റിയിട്ടാലേ പണി നടക്കാൻ തുടങ്ങും. അങ്ങനെയൊക്കെയുള്ള ഇതാദ്യമുണ്ട് കേട്ടോ ഈ കല്ല് കിട്ടുകാർ. അവർക്ക് ഒരു ദിവസം പണിയാൻ 2 ബക്കറ്റ് കല്ല് മതി. അതല്ലേ ഉള്ളൂ. ഇതിങ്ങനെ വലിയ കല്ലിട്ട് അടുപ്പിച്ചിട്ട് നിർത്താം. എല്ലാം കൂടെ കോഴി ഇട്ടൊന്നും നടപടി ചെയ്യുന്നില്ല. ബാക്കി മൂല കുറച്ച് കെട്ടാണ്ട് ആ കല്ല് അവിടെ എടുത്തോളൂ. ഇവിടെ തീർക്കട്ടെ, മൂല തീർക്കട്ടെ ആദ്യം. ഇത്ര നല്ല കളി. ഇതങ്ങോട്ട് സൈഡിലേക്ക് അടുപ്പിക്കാം. സൈഡിലേക്ക് അടുപ്പിച്ചാൽ ഈ പണി തീരുവാ. ഇനി വേറെ വർക്കുണ്ട്. ഇവിടെ എന്നാലും കെട്ടാനുള്ള, ഇനി ഇവിടെ എന്നാലും കല്ല് വേണമല്ലോ. ഒരു 2-3 വലിയ കല്ലും ബാക്കി മൊത്തം ചീടുകല്ല കേട്ടോ. എല്ലാവരും തേങ്ങയില്ലേ ഇവിടുന്ന് എടുത്തോളൂ. വഴിയുടെ സൈഡിൽ ഇരിക്കുന്ന കല്ലോടെ ഒന്ന് മാറ്റി കൊടുക്കാം. വണ്ടി പോകാനുള്ള വഴിയല്ലേ. അല്ലെ ഈ ചീടുകളിലെല്ലാം വല്ല കാറിന്റെ ഒക്കെ ടയറൊക്കെ കയറിയാല് വേറെ രീതിയിൽ പോയി ചില പൊട്ടുമൊക്കെ ചെയ്യും. കരിങ്കല്ലായിട്ട് മറ്റേ ഉണ്ടക്കല്ലാണ് കുഴപ്പമില്ല. ചെറിയ ചെറിയ ചീട് കല്ലല്ലേ, കരിങ്കല്ല് പോലത്തെ കല്ലല്ലേ. സോറി, കരിങ്കല്ല് പോലത്തെ അല്ല, കരിങ്കല്ലാട്ടോ. പെറുക്കി കളയാൻ മതിയേ, ആരും ഇല്ലല്ലോ ഇവിടെ. കല്ലിപ്പോ അവിടെ കൊണ്ട് കയറ്റിട്ടിട്ടുണ്ടേ. ഇത് മതിയല്ലോ. ഇനി അവിടുന്ന് അത്ര ദൂരമല്ലല്ലോ, അവർ ചുമന്നിട്ടോളൂ. ഇവിടുത്തെ വർക്ക് കഴിഞ്ഞ് ഇനി നേരെ പോയേക്കാം. വേറൊരു വർക്കുണ്ട്. ഓക്കെ. അങ്ങനെ രാവിലെ വന്ന് ചെറിയൊരു വർക്ക് തീർത്തിട്ട് പോവാണ്. ഇനി ഇന്ന് അടുത്ത മേച്ചിൽപ്പുറം തേടി ഞങ്ങൾ യാത്ര ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.